ഷാഫി പറമ്പിലിന്റെ പരിപാടി വടകരയിൽ നടക്കുന്നതിനിടെ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ടാവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെതിരെ കൂടി ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിൽ പ്രത്യക്ഷ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ. അതിന്റെ ഭാഗമായി ഷാഫി പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് പ്രതിഷേധവുമായി ഇപ്പോൾ CPIM പ്രവർത്തകർ ഡിവൈഎഫ്ഐ പ്രവർത്തകരും എത്തിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ അല്പസമയത്തിനകം ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്താണ് അദ്ദേഹം ഈ വിവാദവുമായി ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത്? അദ്ദേഹത്തിനെതിരെ കൂടി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഏതു തരത്തിലുള്ള മറുപടിയായിരിക്കും ഷാഫി പറമ്പിലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള സമീപനം ഷാഫി പറമ്പിൽ സ്വീകരിച്ചു എന്ന വിമർശനത്തിന് എന്തു മറുപടിയാണ് ഷാഫി പറയാൻ പോകുന്നത്? ഉയർന്നു വന്ന വിവാദങ്ങളിൽ ഏതു തരത്തിലുള്ള പ്രതിരോധമാണ് ഷാഫി തീർക്കാൻ പോകുന്നത് എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇപ്പോൾ ദേശീയപാത നിർമ്മാണം വൈകുന്നതുമായി ബന്ധപ്പെട്ട് വടകരയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. അതിനുശേഷമായിരിക്കും മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വിശദമായ മറുപടി അതിനുണ്ടാകും എന്നുള്ള കാര്യം രാവിലെ 24നോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചിരുന്നു. അതിനിടയിലാണ് പ്രതിഷേധവുമായി CPIM പ്രവർത്തകരും DYFI പ്രവർത്തകരും ഇപ്പോൾ വടകരയിലെ ആ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം കൂടി ഉയർത്തിക്കൊണ്ടാണ് DYFIയുടെയും CPIMന്റെയും പ്രതിഷേധം നടക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊക്കെ കോൺഗ്രസിനകത്ത് തന്നെ പല അഭിപ്രായങ്ങളും രൂപപ്പെട്ട് നിൽക്കുന്ന നിലയുണ്ട്. ഏറ്റവും പ്രധാനം, ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനം ഷാഫി പറമ്പിൽ മൗനം വെടിഞ്ഞ് എന്തു പറയാൻ പോകുന്നു എന്നുള്ളതാണ്. അതിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വടകരയിൽ നിന്ന്. ഗോകുലി, ഷാഫിയുടെ പരിപാടി പൂർത്തിയായി കഴിഞ്ഞോ? എപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്? അതിനിടയിൽ DYFI പ്രവർത്തകരും CPIM പ്രവർത്തകരും പ്രതിഷേധവുമായി അവിടേക്ക് എത്തിയ സാഹചര്യവുമുണ്ട്. വിവരങ്ങൾ എന്താണ് ഗോകുൽ K വേണുഗോപാൽ? വിജിത്ത്, വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ അകത്തായിരുന്നു ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സംയുക്ത സമര സമിതിയുടെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ഘാടകനായിരുന്നു ഷാഫി പറമ്പിൽ MP. ആ പരിപാടിയിൽ ഉദ്ഘാടക പ്രഭാഷണം ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലേക്കാണ് 10ഓളം വരുന്ന DYFI, CPM, CITU പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പീഡനവീരൻ MLA രാജിവെപ്പിക്കുക, ഷാഫി പറമ്പിൽ ഇവരെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിലെ VD സതീശനെ തിരിച്ചറിയുക എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്നു CPIM DYFI പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയത്. അവരെ മീറ്ററുകൾക്ക് മാത്രം അകലെ വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞു. ഇത്തരത്തിലുള്ള പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വടകര പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ DYFI അറിയിച്ചത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മണ്ഡലം തലങ്ങളിൽ ഈ ഷാഫി പറമ്പിലിനെതിരെ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നിയോജക മണ്ഡലം പരിധികളിൽ എല്ലാ മണ്ഡലം പരിധികളിലും DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നായിരുന്നു. കാരണം നേരത്തെ ഷാഫി പറമ്പിൽ എവിടെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. കാരണം ഡൽഹിയിൽ നിന്ന് നേരെ ബീഹാറിലേക്കായിരുന്നു ഷാഫി പറമ്പിൽ പോയത്. മാധ്യമങ്ങൾക്കൊന്നും മുഖം നൽകിയിരുന്നില്ല. ആ ഘട്ടത്തിലായിരുന്നു ഇത്തരത്തിലൊരു പരിപാടി തീരുമാനിച്ചത്. പിന്നീട് രാവിലെ 24 നൽകിയ അഭിമുഖത്തിലാണ് വടകരയിൽ നടക്കുന്ന പരിപാടിയിൽ താൻ പങ്കെടുക്കുമെന്നും അവിടെ വിശദമായ വിവരങ്ങൾ ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടും വിവാദങ്ങളുമായി ബന്ധപ്പെട്ടും മറുപടി നൽകുമെന്ന് പറഞ്ഞത്. പിന്നീടായിരുന്നു DYFI പ്രവർത്തകർ ഇത്തരത്തിലൊരു പരിപാടി തീരുമാനിച്ചത്. ഷാഫി പറമ്പിൽ ഉദ്ഘാടകനായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ DYFI, CPIM, CIT പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് ഇരച്ചെത്തുകയെന്ന് വലിയ പ്ലക്കാർഡുകളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് പീഡനവീരനായിട്ടുള്ള MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക, ഇവരെ സംരക്ഷിക്കുന്ന ഷാഫി പറമ്പിലിനെയും VD സതീശനെയും തിരിച്ചറിയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്ന പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം വന്നത്. പ്രതിഷേധക്കാരെ എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥർ ഈ സമരപന്തലിന് മീറ്ററുകൾ അപ്പുറം മാത്രം വെച്ച് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷാഫി പറമ്പിൽ നിന്ന് നമ്മൾ ഒരുപാട് ഉത്തരങ്ങൾ തേടുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ പ്രധാനമായും മറുപടി ലഭിക്കേണ്ടതുണ്ട്. KC വേണുഗോപാൽ പറഞ്ഞത് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്ന ഉടനെ തന്നെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്ന ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയും ഇല്ല എന്നൊരു കാര്യം KC വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ നേരത്തെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞത് AICCക്ക് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നതിൽ തുടങ്ങി പിന്നീട് പാലക്കാട് നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തുടങ്ങി ആ നിയമസഭ ഉപതെരഞ്ഞെടുപ്പിന്റെ തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചതിൽ തുടങ്ങി രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തമ്മിലുള്ള ബന്ധം അതിനെപ്പറ്റി നമ്മളൊക്കെ നേരത്തെ ചർച്ച ചെയ്തതാണ്. അവിടെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി നിയമിക്കുക എന്നതിനപ്പുറത്തേക്ക് നിശ്ചയിക്കുക എന്നതിനപ്പുറത്തേക്ക് ആ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചതും വലിയ ഭൂരിപക്ഷം വോട്ടോട് കൂടിയിട്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിക്കാൻ മുന്നിൽ നിന്നതും ഈ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലായിരുന്നു. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള
പെൺവാണിഭക്കാരെ സംരക്ഷിക്കുന്നത്. അത്തരം പെൺവാണിഭക്കാർക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നിവിടെ നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമായിട്ടുള്ള ഒരു പൗരന്മാർ എന്നുള്ള നിലക്കുള്ള ഒരു പ്രതിഷേധം മാത്രമാണ്. കാരണം ഇവിടെ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇന്നേ വരെ നടത്തിയിട്ടില്ല. എന്നിട്ട് ഇവിടെ യാതൊരു ഉളുപ്പും ഇല്ലാണ്ട് രാവിലെ മുതൽ ഒരു ഉപവാസ സമരം എന്നുള്ള പേരിൽ രാവിലെ ഇവിടെ കുത്തിരിക്കുക. ഉളുപ്പില്ല എം പി, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ? ഇത്രയും വലിയ നിങ്ങളെ അനുയായി ഇത്രയും വലിയ തോന്നിയാസം കാണിച്ചിട്ട് യാതൊരു ഉളുപ്പും ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് വന്നിരിക്കുന്നതിന് കുറച്ചെങ്കിലും മാനവും അഭിമാനവും വേണം എന്നുള്ളതാണ് ഇവിടുത്തെ CPM-മാർക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള പ്രതിഷേധ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഷാഫിയുടെ പരിപാടി അലമ്പുണ്ടാക്കാനോ വേറെ രീതിയിലുള്ള ഈ പരിപാടി പൊളിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല CPM-ന്റെ പ്രതിഷേധം. ഇത് സാധാരണക്കാരായിട്ടുള്ള ഒരു പ്രവർത്തകരുടെ പ്രതിഷേധം മാത്രമാണ്. ആ രീതിയിൽ കണ്ടാൽ മതി. കാരണം ഈ വിഷയത്തിനകത്ത് യാതൊരുവിധ പ്രതികരണവും ഈ ഷാഫി പറമ്പിലെ MP ആയിട്ട് ഉള്ള MP ഇതുവരെ നടത്തിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.